മാധ്യമ പ്രവർത്തനത്തിലെ പക്ഷപാതം, ആ പക്ഷപാതിത്വം കലർന്ന രാഷ്ട്രീയമുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ആ രാഷ്ട്രീയ കണ്ണടയിലൂടെ കാര്യങ്ങൾ കാണുകയാണ്. അതിന്റെ ഭാഗമായി അർദ്ധസത്യങ്ങളും അസത്യങ്ങളും വിളംബരം ചെയ്യുകയാണ്. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും അസത്യം പകുതി വഴി പിന്നിട്ടിരിക്കും. ഇതൊക്കെ പഴയ ചൊല്ല. ഇപ്പോൾ സത്യാനന്തര കാലമാണ്. അല്ലെങ്കിൽ CPM-ഉം സഖാക്കളും പറയുന്നത് കേരളത്തിലെങ്കിലും സത്യാനന്തര കാലത്തിന്റെ ചുഴലി വീശുകയാണെന്നാണ്. നുണകളുടെ കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാൻ പുതിയ സത്യവാചകങ്ങൾ വേണം. അല്ലെങ്കിലും ഒരു കൊടും ചുഴലിക്ക് പിന്നാലെയാണല്ലോ ലോകം സത്യാനന്തര കാലം എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. സെയിന്റ് ക്രൂയിക്സും ഡൊമിനിക്കയും പുവർട്ടോറിക്കോയും നിലംപരിശാക്കിയ മരിയ കൊടും ചുഴലി നിലം പറ്റിക്കിടന്ന പുവർട്ടോറിക്കയിലേക്ക് 48-ാം മണിക്കൂറിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറന്നിറങ്ങി. നാട് കണ്ടു, ഉദ്യോഗസ്ഥർക്കൊപ്പം സെൽഫി എടുത്തു. പിന്നെ ഒരു പ്രഖ്യാപനം. പുവർട്ടോറിക്കയിൽ കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല. സർക്കാർ സംവിധാനത്തിന്റെ മികവ് മൂലം മരണം 6-ൽ ഒതുങ്ങി. പുവർട്ടോറിക്കോയിലുള്ളവരും റിപ്പോർട്ട് ചെയ്യാൻ പോയവരും ഞെട്ടി. പിറ്റേന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നു, മരണം 64. CNN-ഉം വാഷിംഗ്ടൺ പോസ്റ്റും അന്വേഷണം ആരംഭിച്ചു. 3-ാം ദിനം മാധ്യമങ്ങളിൽ വന്ന കണക്ക് ഇങ്ങനെ: മരണം 1095. ഉടനെ വന്നു ട്രംപിന്റെ ട്വീറ്റ്. പുവർട്ടോറിക്കോയിൽ ഞാൻ പോയതാണ്. മരണം 6 മുതൽ 18 വരെ മാത്രം. അതിനപ്പുറം ഒന്നുമില്ല. മാധ്യമങ്ങൾ നുണ പരത്തുകയാണ്. ലോകം ഞെട്ടിയ ട്വീറ്റായിരുന്നു അത്. 3057 മരണം ഉണ്ടായെന്ന് 2 ദിവസത്തിനകം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ട്രംപ് മാധ്യമങ്ങളെ കണക്കറ്റ് ചീത്ത വിളിച്ചു. ഒടുവിൽ ചുഴലിയുടെ 1-ാം വാർഷികത്തിന് പുവർട്ടോറിക്കോ ഭരണകൂടം ഒരു പ്രസ്താവന നടത്തി. മരിയ ചുഴലിക്കാറ്റിൽ മരിച്ചത് 2975 പേരാണെന്ന്. മാധ്യമങ്ങൾ പറഞ്ഞ 3057-ൽ നിന്ന് 82 എണ്ണത്തിന്റെ കുറവ്. അപ്പോൾ ശരിക്കും ആരാണ് സത്യം പറഞ്ഞത്? ട്രംപ് പറഞ്ഞ 18 ശരിയല്ലെന്ന് മാധ്യമങ്ങൾ പറഞ്ഞ 3057 ശരിയല്ലെന്ന് ട്രംപും പറഞ്ഞുകൊണ്ടിരുന്നു. സത്യത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഈ ആശയക്കുഴപ്പമാണ് ശരിക്കും സത്യാനന്തര കാലം. ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കുക. മാധ്യമ പ്രവർത്തനത്തിലെ പക്ഷപാതം, ആ പക്ഷപാതിത്വം കലർന്ന രാഷ്ട്രീയമുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അതിന്റെ ഭാഗമായി അർദ്ധസത്യങ്ങളും അസത്യങ്ങളും വിളംബരം ചെയ്യുകയാണ്. ജനങ്ങൾ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തിന് വിരുദ്ധമായി നേതാക്കൾ പറയുക. അപ്പോൾ നേതാക്കൾ പറയുന്നതായിരിക്കും സത്യമെന്ന് ജനം ധരിക്കുക. ഇപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞില്ലേ? സത്യാനന്തരം സംഭവിക്കുന്നത് ഈ കുഴമറച്ചിലാണ്. പോസ്റ്റ് ട്രൂത്ത് സത്യത്തിലൊരു സോഷ്യൽ ഫിനോമിനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്നല്ല, ഒരുപക്ഷെ ലോകം മുഴുവൻ ഒരു ഏറ്റവും നിർഭാഗ്യകരമായ അല്ലെങ്കിൽ ഏറ്റവും വിനാശകാരിയായ ഒരു സാമൂഹിക പ്രതിഭാസം എന്ന രീതിയിൽ വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ലോകത്തിന് പിടികിട്ടിയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ 2 തരത്തിലാണ് അതിനെ കാണേണ്ടത്. ഒന്ന്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുക. പോസ്റ്റ് ട്രൂത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇത് 2 രീതിയിൽ ഇതിനെ കാണുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവും. പോസ്റ്റ് ട്രൂത്ത് എന്നതൊരു പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്ന് സമൂഹം തിരിച്ചറിയുന്നിടത്താണ് പോസ്റ്റ് ട്രൂത്ത് വരുന്നത്.
തിരിച്ചറിയാത്തവരുടെ കൂടെയാണ് പോസ്റ്റ് ട്രൂത്ത് നിൽക്കുന്നത്. പോസ്റ്റ് ട്രൂത്ത് ഒരു നിർമ്മിതിയാണ്, ഒരു സാമൂഹിക നിർമ്മിതിയാണ്, ഒരു ശരിയുടെ പക്ഷം എന്നാൽ നമ്മുടെ പക്ഷം. എനിക്ക് വേണ്ടതെന്ത്, അത് എനിക്ക് എന്നുള്ളത് വ്യക്തിക്ക് പകരമായിട്ട് പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹിക സംഘടനകൾ, മതങ്ങൾ, അവർക്കെന്ത് വേണം, അതിനു വേണ്ടിയുള്ള ശരിയെ നിർണ്ണയിക്കുക. എന്താണ് വേണ്ടത്, അതാണ് ശരി എന്ന് പറയുന്നതാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞ് നമുക്ക് ഏറ്റവും ലഘുവായ രീതിയിൽ പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാം. പോസ്റ്റ് ട്രൂത്ത് അഥവാ സത്യാനന്തരം, ഈ വാക്ക് പ്രയോഗത്തിൽ വന്നത് 2016 കേംബ്രിഡ്ജ് ഡിക്ഷണറി 2016 വാക്കായി അഥവാ വേർഡ് ഓഫ് ദ ഇയർ ആയി പ്രഖ്യാപിച്ചതും പോസ്റ്റ് ട്രൂത്തിനെയാണ്. അപ്പോൾ ശരിക്കും എന്താണ് പോസ്റ്റ് ട്രൂത്ത്? നമുക്ക് ആവശ്യമുള്ളത് കണ്ടെത്തുക, അല്ലെങ്കിൽ ആവശ്യമുള്ളതിനെ ശരിയായി ഒരു ഫാൾസിഫിക്കേഷൻ ഓഫ് വാട്ട് ഈസ് വാണ്ടഡ്, നമുക്ക് വേണ്ടതിനെ ഒരു വ്യാജ ബദലായി നിർമ്മിച്ച് അതാണ് സത്യമെന്ന് തെറ്റിദ്ധരിപ്പിക്കുക. ഇതാണ് പോസ്റ്റ് ട്രൂത്ത് എന്നുകൊണ്ട് ഒരു പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന അതൊരു യഥാർത്ഥത്തിൽ ഒരു പ്രഹേളികയാണ്. പ്രഹേളിക എന്ന സെൻസ് രാഷ്ട്രീയ തലത്തിലും പ്രഹേളികയാണ്, ഒരു ദാർശനിക തലത്തിലും അതൊരു പ്രഹേളികയായി നിലനിൽക്കുകയാണ്. പക്ഷേ സമൂഹത്തെ മൊത്തത്തിൽ, സമൂഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളെയും അത് ബാധിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മുടെ മുന്നിൽ കേരളവും വന്ന് നിൽക്കുമ്പോൾ, കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം. സത്യാനന്തര കാലം എന്ന മലയാളം വിവർത്തനം പോലും പ്രശ്നജടിലമാണ്. പോസ്റ്റ് ട്രൂത്ത് സത്യത്തിന് ശേഷമുള്ള അഥവാ അനന്തരമുള്ള ഒരു കാലമല്ല. ചെറിയ സത്യത്തിനൊപ്പം വലിയ നുണകൾ കൂടി നിറയുന്ന കാലമാണ്. രണ്ടും സമാന്തരമാണ്. ട്രംപ് പറഞ്ഞതുപോലെ പോർട്ടോറിക്കോയിൽ 6 മുതൽ 18 പേർ വരെ മരിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ചത് ആ 18 മാത്രമല്ല, 2960 പേർ കൂടി വേറെയുണ്ട്. ഇതാണ് സത്യാനന്തര കാലത്തെ വസ്തുത. ചെറിയ സത്യവും ചുറ്റുമുള്ള വലിയ നുണകളും കൂടി ഉൾപ്പെട്ട ലോകമാണ് ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും നുണ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞു വരത്തിയോ? സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് ഇതുവരെയും അത്തരത്തിലൊരു സൂചന വന്നിട്ടില്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് ഒരു CPMൻ്റെ PB അംഗം കാണിക്കേണ്ട യാതൊരു ജാഗ്രത വളരെ കുറഞ്ഞ ഒരു പദമാണെന്ന് നമുക്കറിയാം, അദ്ദേഹം എടുത്തിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് നുണപ്രചരണം, സത്യാനന്തര കാലം, ഇതുപോലെ ഒരുപാട് സാങ്കേതിക പദങ്ങൾ പറയാൻ CPMന് കഴിയുമായിരിക്കും. പക്ഷേ വളരെ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട പച്ചക്കള്ളങ്ങൾക്ക് എന്ത് മറുപടി പറയും? ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഈ കാലഘട്ടത്തിൽ തന്നെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നെ സത്യാനന്തര കാലം, മറ്റു പല കാലഘട്ടം അങ്ങനെയൊക്കെ വേർതിരിച്ചുകൊണ്ട് അദ്വൈതം പറയുകയും ചെയ്യുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി, ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു ഭരണാധികാരി ഒരു ചോദ്യത്തിന് ആവർത്തിച്ച് കള്ളം പറയുകയും ദിവസങ്ങളോളം കള്ളം പറയുകയും ചെയ്ത ശേഷം ഇപ്പോൾ വന്നിരുന്ന് ഓരോരോ ദിവസങ്ങളിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ കളവുകളാണ്. സ്വപ്ന സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലായത് സത്യമല്ലേ? സ്വപ്നയ്ക്ക് ശിവശങ്കരനുമായുള്ള അടുപ്പവും പരിചയവും സത്യമല്ലേ? ഇരുവരും ഒന്നിച്ച് പലവട്ടം വിദേശത്ത് പോയിട്ടില്ലേ? സ്വപ്നയ്ക്ക് ബാങ്ക് ലോക്കർ എടുത്തു കൊടുത്തത് ശിവശങ്കർ പറഞ്ഞിട്ടാണെന്ന മൊഴി സ്വന്തം ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ അല്ലേ? ലൈഫ് പദ്ധതിയിലെ കരാർ കിട്ടിയത് സ്വപ്നയുടെ നിർദ്ദേശം അനുസരിച്ചാണ് എന്ന സന്തോഷ് ഈപ്പൻ മൊഴി നൽകിയിട്ടില്ലേ? ഈ പറഞ്ഞതിലൊക്കെ ഏതാണ് നുണ? ഇപ്പൊ നോക്കൂ, സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം, മാതൃഭൂമി 1-ാമത്തെ പേജിൽ ആളിക്കത്തുന്ന തീയിന്റെ ചിത്രം കൊടുത്തത്. ആളുകൾ ഇത്രയും തീ ഉണ്ടായോ എന്ന് ചിത്രത്തിൽ മാത്രം നോക്കുന്ന ആളുകൾ, ചില ആളുകൾ ചിത്രം മാത്രമേ കാണുള്ളൂ, ചിലരായിട്ട് തലക്കെട്ടുകൾ മാത്രമേ വായിക്കുകയുള്ളൂ. ഈ ചിത്രം കാണുമ്പോൾ എന്താ തീയാണ് സെക്രട്ടേറിയറ്റ് തോന്നിപ്പോകും. എത്ര ചർച്ചകൾ, എത്ര ദിവസം, 3-4 ദിവസം ന്യൂസ് അവർ ചർച്ചകൾ അത് തന്നെയായിരുന്നു. ഈ പത്രങ്ങൾ, മനോരമ, മാതൃഭൂമി ആദ്യ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയുന്നവയെല്ലാം പിണറായി വിജയൻ ഇതാ തെളിവുകൾ നശിപ്പിക്കാനായി സെക്രട്ടേറിയറ്റ് തീ കൊടുത്തു എന്ന് പ്രചാരവേലയായിരുന്നു നടത്തിയിരുന്നത്. ട്രംപും ഇത് തന്നെയാണ് പറഞ്ഞത്, മാധ്യമങ്ങൾ നുണ പറയുകയാണ് എന്ന്. പോസ്റ്റ് ട്രൂത്തിൽ കേംബ്രിഡ്ജ് നൽകുന്ന നിർവചനം ഇങ്ങനെയാണ്: വസ്തുതകൾക്കപ്പുറം വികാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമനുസരിച്ച് ജനത കാര്യങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്ന സ്ഥിതി. എന്നുവച്ചാൽ വൈകാരികമായി ജനം തീരുമാനമെടുക്കുന്ന കാലം. കേംബ്രിഡ്ജിന്റെ ഈ നിർവചനം തന്നെ വ്യാപകമായി ചോദ്യം ചെയ്യപ്പെട്ടു.
ജനം ഏത് കാലത്താണ് വസ്തുതകൾ മാത്രം അനുസരിച്ച് തീരുമാനം എടുത്തിട്ടുള്ളത് എന്നായിരുന്നു ചോദ്യം. ഹിറ്റ്ലറുടെ കാലത്തെ ഗീബൽസ് മാത്രമല്ല, മഹാഭാരതത്തിൽ പോലുമില്ലേ നുണ പറയുന്ന യുധിഷ്ഠിരന്മാർ? സത്യം വേണോ, അല്ലെങ്കിൽ സത്യത്തിനെ നിർമ്മിച്ചെടുക്കണോ, അല്ലെങ്കിൽ എന്താണ് സത്യം എന്നുള്ള പ്രശ്നമൊക്കെ ലോകമുണ്ടായ കാലം തൊട്ടുണ്ട്. ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാമൂഹ്യ പ്രഹേളിക തുടങ്ങുന്നത് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 2016 പറയാം. ബ്രിട്ടനിൽ ബ്രെക്സിറ്റിൻ്റെ പ്രശ്നം വരുമ്പോഴും 2016 അമേരിക്കയിൽ ട്രംപിൻ്റെ ഇലക്ഷൻ വരുമ്പോഴുമാണ് ഇതൊരു വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് അതിനെ ആവശ്യപ്പെടുന്നവർ തിരിച്ചറിഞ്ഞത് പ്രതിസന്ധിയാണെന്ന് മനസ്സിലാക്കി മറുപക്ഷം തിരിച്ചറിയുന്നത്. ബ്രെക്സിറ്റിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു മോഹത്തെ, ഒരു വികാരത്തെ സൃഷ്ടിച്ചെടുക്കുക, അങ്ങനെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സങ്കല്പത്തെ മറികടക്കുക, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുക എന്ന രീതിയിൽ ഇപ്പോൾ ബ്രിട്ടനിൽ സംഭവിച്ചത് അവരുടെ നാണയം പൗണ്ടിനെതിരെ, യൂറോയും പൗണ്ടും തമ്മിലുള്ള പ്രശ്നത്തെ കൊണ്ടുവന്ന് ബ്രിട്ടനിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ ബ്രെക്സിറ്റിന് അനുകൂലമായ നിലപാടിലേക്ക് കൊണ്ടെത്തുകയും ചെയ്തു. ട്രംപും അതാണ് ചെയ്തത്. എന്താണ് അമേരിക്കൻ രാഷ്ട്രീയം, എന്താണ് അമേരിക്കയ്ക്ക് വേണ്ടത് എന്നുള്ളതിൽ നിന്ന് അമേരിക്കയ്ക്ക് വേണ്ടതിലുപരിയായി ട്രംപിന് എന്ത് വേണമെന്നത് അത് അമേരിക്കയുടെ ആവശ്യമാക്കി കൊണ്ടുവയ്ക്കുകയും സത്യങ്ങളെ മറച്ചു വയ്ക്കുകയും ചെയ്തുകൊണ്ട് അവിടെയും സംഭവിച്ചു. ഈ വേഗത എന്ന് പറയുന്നത് വാർത്തകളുടെ, അല്ലെങ്കിൽ അറിവിൻ്റെ ശരിയായോ തെറ്റായോ ആയ, നിർമ്മിക്കപ്പെട്ടതോ യഥാർത്ഥവുമായ വസ്തുതകളുടെ പ്രചരണത്തിൽ വന്നിട്ടുള്ള വേഗതയാണ്. അതിൽ ഡിജിറ്റൽ ടെക്നോളജിയും സാമൂഹ്യ മാധ്യമങ്ങളും പുതിയ മാധ്യമങ്ങളൊക്കെ വഹിച്ച പങ്കാണ് ഇന്നത്തെ ഇതിനെ ഒരു വലിയ പ്രതിസന്ധിയായി ലോകത്തിന് മുന്നിലേക്ക് വരാൻ ഇടയാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലും കുറ്റം മാധ്യമങ്ങൾക്കാണ്. ട്രംപ് മാധ്യമങ്ങൾക്ക് നേരെ നടത്തിയ ആ കൊലവിളിയാണ് പോസ്റ്റ് ട്രൂത്തിന്റെ ഉദാഹരണമെങ്കിൽ കേരളത്തിലും അത് അങ്ങനെയാകേണ്ടേ? പകരം മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നതാണ് നുണയെന്ന് വാദിച്ചാൽ CPM-ന്റെ മുഖ്യമന്ത്രിയും ട്രംപും തമ്മിൽ എന്താണ് വ്യത്യാസം? ശിവശങ്കറിന് കിട്ടിയ ഒരു അപ്രമാദിത്വം കൊണ്ടാണ് ഇവിടെ പല സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയെടുത്തത് എന്നാണ് ഇപ്പോൾ ആരോപണം. അതൊക്കെ തെളിയിക്കേണ്ട വിഷയങ്ങളാണെങ്കിലും ഇപ്പോൾ പ്രഥമദൃഷ്ടിയുള്ള ആരോപണം അതാണ്. അപ്പോൾ നമുക്ക് സ്പ്രിംഗ്ലറിൻ്റെ കരാർ മുതൽ അറിയാവുന്ന ഒരു കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിന് ചട്ടങ്ങളുണ്ട്. ആ ചട്ടക്കൂട് റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പുറത്ത് ശിവശങ്കറിന് അപ്രമാദിത്വം നൽകുകയും എന്ത് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം നൽകുകയും ലോ സെക്രട്ടറിയെയും ഫൈനാൻസ് സെക്രട്ടറിയെയും എല്ലാം ബൈപ്പാസ് ചെയ്യാനുള്ള അധികാരം നൽകുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതുവഴി ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ചെക്സ് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നതാണ് റൂൾസ് ഓഫ് ബിസിനസ്സിലൂടെ നടപ്പിലാക്കുക. അതിനെ ഇല്ലാതാക്കിയത്, അതിന് അനുവാദം ഈ ഉദ്യോഗസ്ഥന് കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. ഫാസിസം ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്ന പഴയ CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ആവർത്തിച്ച് വാദിക്കാറുണ്ട്. മാർക്സിസ്റ്റ് ലക്ഷണശാസ്ത്രം അനുസരിച്ച് ഫാസിസ്റ്റ് പ്രവണതകൾ മാത്രമാണ് രാജ്യത്തുള്ളത്. പക്ഷേ പോസ്റ്റ് ട്രൂത്തിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊരു ആശങ്കയും CPM-നില്ല. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന നിമിഷം തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും സത്യാനന്തര നുണകൾ പറയാൻ തുടങ്ങി എന്നാണ് ആരോപണം. ഇതല്ല മാധ്യമ പ്രവർത്തനം. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ദേശാഭിമാനി അവരുടെ എഡിറ്റോറിയൽ ശൂന്യമായിട്ടു, ദീപിക പത്രം ശൂന്യമായിട്ടു, കേരള ടൈംസ് ശൂന്യമായിട്ടു, ഇന്ത്യൻ എക്സ്പ്രസും ശൂന്യമായിരുന്നു. അവർ കൊടുത്ത സെൻസർ അംഗീകരിച്ചില്ല. എന്നാൽ ഒരു പത്രം, ഒന്നാമത്തെ പത്രം, അന്നത്തെ എഡിറ്റോറിയൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കടമെടുത്താൽ ഇപ്പോൾ നോക്കിയാലും ലൈബ്രറിയിൽ കിട്ടാത്ത എഡിറ്റോറിയൽ രാജസ്ഥാനിലെ വെട്ടുകിളികളുടെ ശല്യത്തെക്കുറിച്ചായിരുന്നു. എഴുതേണ്ട വിഷയം തന്നെയാണ്. ഇപ്പോഴും വെട്ടുകിളി ശല്യമുണ്ട്. അന്ന് തന്നെ ആണ് അത് എഴുതിയതെന്ന് കാണണം. രണ്ടാമത്തെ പത്രത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ മേധാവിത്വത്തെക്കുറിച്ച് അപലപിച്ചുകൊണ്ടായിരുന്നു മുഖപ്രസംഗം. നല്ല വിഷയമാണ്, എപ്പോഴും എഴുതാവുന്ന വിഷയം തന്നെയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴാണ് അത് എഴുതിയത്. അതാണ് ഈ മാധ്യമങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. സത്യാനന്തര കാലത്തെക്കുറിച്ച് 4 വർഷത്തിനിടെ ഒരുപാട് പഠനങ്ങൾ നടന്നു. ഡെത്ത് ഓഫ് എക്സ്പെർട്ടൈസ് അഥവാ വൈദഗ്ധ്യത്തിന്റെ അന്ത്യം എന്നാണ് പൊതുവെ അംഗീകരിച്ച സിദ്ധാന്തം. ഒരു വൈദഗ്ധ്യവും ഇല്ലാതെ ആർക്കും ആധികാരികമായി എന്തിനെക്കുറിച്ചും പറയാവുന്ന സ്ഥിതി. അതാണ് പോസ്റ്റ് ട്രൂത്ത് കാലം. ആധുനികതയും ഉത്തരാധുനികതയും കഴിഞ്ഞ മെറ്റാമോഡേണിസം, ഇതായിരുന്നു സങ്കല്പം. അങ്ങനെ കാത്തിരുന്ന ലോകത്തിന് കിട്ടിയ തിരിച്ചടിയായിരുന്നു പോസ്റ്റ് ട്രൂത്ത്. ശരിക്കും ഒരു പിന്നോട്ടടി. ആധുനികതയും ഉത്തരാധുനികതയും മെറ്റാമോഡേണിസം എന്നൊക്കെ പറയുന്നത്
അടിസ്ഥാനപരമായി അതൊരു സാംസ്കാരികമായ ഒരു പ്രഹേളികകളായിരുന്നു, അല്ലെങ്കിൽ സാംസ്കാരികമായ നിലപാടുകളുടെ പേരുകളായിരുന്നു. പോസ്റ്റ് ട്രൂത്തിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് സാംസ്കാരിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരുപക്ഷെ സാംസ്കാരിക തലത്തിൽ ഉപരിയായിട്ട് അത് രാഷ്ട്രീയ തലത്തിൽ, സാമൂഹ്യ തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ രണ്ടിനെയും നമ്മൾക്ക് വേർതിരിച്ച് തന്നെ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ ആ ആധുനികതയോ ഉത്തരാധുനികതയോ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവയുണ്ടാക്കിയ സ്വാധീനമോ അവയുണ്ടാക്കിയ പ്രതിസന്ധികളോ അല്ല ഈ പോസ്റ്റ് ട്രൂത്ത് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സമൂഹത്തെ ആകെ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഉപയോഗിച്ച കുഴമറിച്ച് എന്താണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് തിരിച്ചറിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സമൂഹത്തെ എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. നമ്മൾ പറയുന്നത് യുക്തി അനുസരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സത്യത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പം ട്രംപ് പറയുകയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി അല്ല, അങ്ങനെ ഒരെണ്ണം ഇല്ല എന്ന് പറയുകയാണ്. അത് ഏറ്റെടുക്കാനും അത് വിശ്വസിക്കാനും കുറേ മനുഷ്യരുണ്ടാവുകയാണ്. എനിക്ക് വേണമെങ്കിൽ പറയാം, പ്ലാസ്റ്റിക് നിരോധനം അത് തെറ്റായ ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക് കൊണ്ട് ലോകത്ത് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടാകുന്നില്ല എന്ന ഒരു ചെറിയ യുക്തിയുടെ ബലമായിട്ട് ഒരു വാർത്ത സൃഷ്ടിക്കുകയും അത് ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളിലേക്കും വാട്സാപ്പ് വഴി അല്ലെങ്കിൽ സാങ്കേതിക മാർഗ്ഗങ്ങളിലൂടെ എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനും അതുവഴി അതൊരു പൊതുജനസമ്മതി അർഹിക്കുന്നൊരു കാര്യമായി വരാനും സാധിക്കുകയും അതോടെ ശാസ്ത്രം തോറ്റുപോവുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട്, ഇപ്പോൾ സാമൂഹികവും രാഷ്ട്രീയവും ശാസ്ത്രീയവുമായ നിലയിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലെയും കടന്നു കയറി എന്നുള്ളതാണ് പോസ്റ്റ് ട്രൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മകൻ ചെക്ക് കേസിൽപ്പെട്ടത് വസ്തുതയായിരുന്നില്ലേ? 10 കോടി കിട്ടാനുണ്ടെന്ന പോളിറ്റ് ബ്യൂറോയ്ക്കല്ലേ കബളിപ്പിക്കപ്പെട്ടവർ പരാതി നൽകിയത്? ഗൾഫിൽ വെച്ച് ആ കേസ് ഒത്തുതീർന്നത് എങ്ങനെയാണ്? ആരാണ് അന്ന് പണം കൊടുത്തത്? എവിടെ നിന്ന് വന്നു ഇത്ര പണം? പാർട്ടിയോടെങ്കിലും ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ആളുടെ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം എത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുക. 5 ലക്ഷം കൊടുത്തു എന്ന രണ്ടാമത്തെ മകൻ സമ്മതിക്കുക. 50 ലക്ഷമാണെങ്കിലും 5 ലക്ഷമാണെങ്കിലും എവിടെ നിന്നാണ് ഈ പണം? അച്ഛൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഈ കേസുകൾ ഉണ്ടാകുമ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുമായിരുന്നു. പാർട്ടിയോടെങ്കിലും ഉത്തരവാദിത്വം വേണ്ടേ എന്ന് ആരെങ്കിലും ചോദിക്കുന്നതാണോ സത്യാനന്തര കാലത്തെ നുണ? കേരളത്തിൻ്റെ ഇപ്പോൾ വർത്തമാനകാല അന്തരീക്ഷത്തിൽ നമ്മൾ നോക്കുമ്പം എത്ര നുണകൾ, ഇല്ലെങ്കിൽ ഏതെല്ലാം നുണകൾ എന്നതിനേക്കാൾ ഉപരി എന്ത് സത്യം എന്ന വലിയ ചോദ്യമാണ് വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യരുടെ മുന്നിലുള്ളത്. നമ്മുടെ മുന്നിലേക്ക് ഏതെങ്കിലും സത്യം എപ്പോഴെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്ന്, ഇപ്പോൾ രാവിലെ പത്രം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം ടെലിവിഷൻ കാണുമ്പോൾ നമ്മളിലേക്ക് എന്തെങ്കിലും ഒരു സത്യത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മളിലേക്ക് വരുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. വളരെ വളരെ പ്രധാനമായി നമുക്ക് പല കാര്യങ്ങളും എടുക്കാം. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ശിവശങ്കരനെ അറിയുന്ന ധാരാളം മനുഷ്യർ ഈ കേരളത്തിലുണ്ട്. കാരണം അദ്ദേഹം വളരെ കാലമായിട്ട് ഇവിടെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം വളരെയധികം ബഹുമാനം നേടിയെടുത്തിട്ടുള്ള വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. വ്യക്തിപരമായി എനിക്ക് പോലും പരിചയമുണ്ട്. പക്ഷേ ആ ശിവശങ്കരൻ ഈ മാസങ്ങൾക്ക് ശേഷം ആ ശിവശങ്കരൻ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സത്യത്തെ അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഞാൻ കരുതുന്നത് ഈ പോസ്റ്റ് ട്രൂത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ച് നോക്കുമ്പോൾ ശിവശങ്കരന് തന്നെ ശിവശങ്കരനിൽ സംശയം തോന്നുന്നൊരവസ്ഥയിലേക്കാണ് വന്നു നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നം. എനിക്ക് തന്നെ എന്നെ സംശയിക്കത്തക്ക രീതിയിൽ എനിക്കെതിരായോ എനിക്ക് അനുകൂലമായോ അല്ലെങ്കിൽ മറ്റാർക്കോ അനുകൂലമായോ ആയ രീതിയിൽ പുതിയ വസ്തുതകൾ നിർമ്മിച്ചെടുക്കുകയാണ്, വ്യാജമായി സൃഷ്ടിച്ചെടുക്കുകയാണ്. അത് സാർവജനീന സ്വഭാവത്തോടുകൂടി ഒരുപാട് മനുഷ്യർ വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ ഈ തെറ്റായ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും പെട്ടുപോവുകയാണ്. ഇരയായ ശിവശങ്കരന് പോലും ചിലപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ, അദ്ദേഹം TV കാണുകയാണെങ്കിൽ, അദ്ദേഹം പത്രം വായിക്കുകയാണെങ്കിൽ അതിൽ ചിലതൊക്കെ ശരിയാണോ എന്ന് അയാൾക്ക് പോലും സംശയം തോന്നുന്ന രീതിയിൽ ഇതങ്ങനെ ആകെ കൂടി കുഴമറിഞ്ഞ് കിടക്കുകയാണ്. സത്യാനന്തര കാലത്തെ ഭരണാധികാരികളുടെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്ന് അറിയുക. ശ്രദ്ധ തിരിക്കുക, ആശയക്കുഴപ്പം ഉണ്ടാക്കുക, ദേഷ്യം കാണിക്കുക, വസ്തുതകൾ വളച്ചൊടിക്കുക. ഇങ്ങനെ പോകുന്നു അതിന്റെ പുതിയ നിർവചനങ്ങൾ. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ശിവശങ്കറിൽ നിന്നും ശ്രദ്ധ തിരിക്കാനല്ലേ ധനമന്ത്രി കിഫ്ബിയുമായി ഒരിറക്കം ഇറങ്ങിയത്? സാധാരണ CPM-ന്റെ നിലപാടനുസരിച്ച് CNTG-യുടെ റിപ്പോർട്ടുകൾക്ക് CPM വലിയ വില കൽപ്പിക്കാറുണ്ട്. ഇതിന് അപവാദം എന്ന് പറയാവുന്ന ഏക സന്ദർഭം ഒരുപക്ഷെ ലാവ്ലിൻ കാലഘട്ടം മാത്രമായിരിക്കാം. അത് നമുക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ അറിയുകയും ചെയ്യാവുന്നതാണ്. ഇന്നിപ്പോൾ കിഫ്ബിക്കെതിരായി ഉള്ള CNTG-യുടെ പരാമർശം വന്ന ഘട്ടം മുതൽ ധനമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാദ്യത്തെ സംഭവമല്ലെന്നും
ഇതിനു മുൻപ് ലാവ്ലിൻ്റെ സമയത്ത് CNTG-യുടെ റിപ്പോർട്ടിനെതിരായിട്ട് നമ്മൾ നിലപാടെടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ വിഷയത്തിലും കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ CNTG-യെ കൂടി ഉൾപ്പെടുത്തണം എന്നും അദ്ദേഹം ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു പരോക്ഷമായ ഒരു നിർദ്ദേശമോ ഒരു അപേക്ഷയോ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിൽ വെക്കുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ലാവ്ലിനെ കുറിച്ച് പരാമർശിക്കുകയും അത് പൊതുജനങ്ങളുടെ മുന്നിൽ ചർച്ചയായി കൊണ്ടുവരികയും ചെയ്യേണ്ട ഒരു സാഹചര്യവും ഈ ഘട്ടത്തിലുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം ധാരാളം കള്ളങ്ങളും പറയുന്നുണ്ട്. ലാവ്ലിൻ്റെ കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഫൈനൽ റിപ്പോർട്ടിൽ വന്നുവെന്നോ കരടിൽ ഉണ്ടായിരുന്നു അത് ഫൈനൽ റിപ്പോർട്ടിൽ ഒഴിവാക്കപ്പെട്ടുവെന്നോ 374 കോടിയുടെ നഷ്ടത്തിൻ്റെ കാര്യം ഒക്കെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വസ്തുതാപരമല്ല. പക്ഷേ അദ്ദേഹം ഇത് തമ്മിലൊരു പാരലൽ ഇപ്പോഴത്തെ കിഫ്ബിയുടെ CNTG റിപ്പോർട്ടും അന്നത്തെ ലാവ്ലിൻ്റെ CNTG റിപ്പോർട്ടും തമ്മിൽ ഒരു പാരലൽ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ രണ്ടും കൂടെ താരതമ്യം ചെയ്തുകൊണ്ട് എന്നെയും കൂടി രക്ഷിക്കൂ എന്ന് പറയാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ലല്ലോ ശ്രദ്ധ തിരിക്കാൻ നടന്നത്. 2019 ജൂലൈയിൽ രജിസ്റ്റർ ചെയ്ത പാലാരിവട്ടം കേസിൽ 2020 നവംബറിൽ ഒരു അറസ്റ്റ്. ഇത് ഭീഷണിയല്ലാതെ മറ്റെന്താണെന്ന് ജനം ചോദിച്ചാൽ എന്തു പറയും മറുപടി? ഞങ്ങൾ മാത്രമല്ല, ദേ ഇവരും കള്ളന്മാരാണ് എന്നാണോ? നമുക്ക് നോക്കിയാലറിയാം. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ നീതിയുടെ ഒരു വ്യവഹാരം ഒരിടത്തുണ്ട്, സത്യത്തിൻ്റെ ഒരു വ്യവഹാരം എന്നുള്ള രീതിയിൽ, പുരോഗമന ആശയം എന്നുള്ള രീതിയിലുണ്ട്. പക്ഷെ അവിടെ അതെല്ലാം തോറ്റുപോവുകയാണ്. അതിലുപരിയായിട്ട് വിശ്വാസം ആർജിച്ചെടുത്തു എന്ന് പറയുന്നതിലൂടെ മറ്റൊരു ബദൽ ശരി, ഈ ബദൽ ശരിയാണ് അടിസ്ഥാനപരമായി അവസാനം ജയിക്കുക എന്നിടത്ത് വന്ന് നിൽക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കോവിഡ് കാലം വരുമ്പോൾ നമ്മൾ ഈ വിശ്വാസം, നമ്മൾ പ്രായോഗിക ബുദ്ധി ഉണ്ടാവുകയാണ്. വ്യക്തികൾ എന്ന രീതിയിൽ നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തപ്പോൾ നമ്മളെല്ലാ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നീതിയും മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രത്യേകമായ രീതിയിലേക്ക് മാറുകയാണ്. ആവശ്യക്കാരന് വേണ്ടതാണ് സത്യം എന്ന രീതിയിലേക്ക് അത് മാറുന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതാണ് പോസ്റ്റ് ട്രൂത്ത് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുകൂടാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്ന നുണകളല്ല സത്യാനന്തര കാലത്തെ അടയാളപ്പെടുത്തുന്നത്. മാധ്യമങ്ങളും മറ്റുള്ളവരും കള്ളം പറയുകയാണെന്ന് ഭരണാധികാരികൾ ആവർത്തിക്കുമ്പോഴാണ് പോസ്റ്റ് ട്രൂത്ത് യാഥാർത്ഥ്യമാകുന്നത്. അതാണ് ആഗോള നിർവചനം. ഇനി പറയൂ, ആരാണ് ശരിക്കും നുണ പറയുന്നത്?